കൊച്ചിയിൽ MSc ELSA-3 കപ്പൽ അപകടത്തിൽ കടലിൽ മുങ്ങിയ കപ്പലിന്റെ അവസ്ഥ പരിശോധിക്കാനാകുമോ എന്ന് ആരാഞ്ഞ് ഹൈക്കോടതി. കടലിന്റെ അടിത്തട്ടിൽ കപ്പൽ സൃഷ്ടിച്ച ആഘാതം പരിശോധിക്കണം. വിദഗ്ധ പരിശോധന നടത്താൻ നാവികസേനയ്ക്ക് കഴിയുമോ എന്നും അറിയിക്കണം. പ്രതിരോധ മന്ത്രാലയത്തിന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൊച്ചിയിൽ MSc ELSA-3 എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട് കടൽ മുങ്ങിയ ശേഷമുള്ള സാഹചര്യം അത് പരിശോധിക്കണം എന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, MSc ELSA-3 കപ്പൽ അപകടത്തിൽ ഒന്നിലധികം പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിയിലെത്തിയിരുന്നു. ആ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി പ്രതിരോധ മന്ത്രാലയത്തിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത്, മുങ്ങിയ കപ്പലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് പരിശോധിക്കുവാൻ സാധിക്കുമോ? ഈ കപ്പൽ അപകടത്തിലൂടെ നാവിക ദിശാഗതിക്കോ അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ടോ? ഈ കപ്പലിന്റെ അടിത്തട്ടിൽ കടലിന്റെ അടിത്തട്ടിൽ കപ്പൽ അപകടം എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് നിലപാട് തേടിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് നാവികസേനയ്ക്ക് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ശാസ്ത്രീയ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സാധിക്കുമോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് മാസം മറുപടി രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ അറിയിക്കണം. മാത്രമല്ല, കേന്ദ്ര സർക്കാർ അറിയിച്ചത് വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭ്യമായെങ്കിൽ ശേഷമേ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷം വരുന്ന വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്. മാത്രമല്ല, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ റിപ്പോർട്ടൊന്നും തന്നെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പാരിസ്ഥിതിക ആഘാതം ഈ കപ്പലപകടത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നഷ്ടപരിഹാരം ഉൾപ്പെടെ വിധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജികൾ, പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിൽ വന്നത്. എന്തായാലും ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച്, അതായത് മുങ്ങൽ വിദഗ്ധരെയോ അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ഏജൻസിയെ കൊണ്ട് ഈ കപ്പലിന്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്, പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ഉണ്ടായി, അടിത്തട്ടിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കപ്പെട്ടു ഈ അപകടത്തിലൂടെ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണം. വിനോദ്, വ്യക്തമാണ്. കൊച്ചി MSc ELSA-3 കപ്പൽ അപകടത്തിലാണ്. മുങ്ങിയ കപ്പലിന്റെ അവസ്ഥ പരിശോധിക്കാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ആരായുന്നത്. കടലിന്റെ അടിത്തട്ടിൽ കപ്പൽ സൃഷ്ടിച്ച ആഘാതം പരിശോധിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ നാവികസേനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയിക്കണമെന്നും കോടതി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.